ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായ്സ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അറിയാത്തത് കൊണ്ട് പറയണത്, എൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. കുറേ പേര് ഫുൾ നെയിം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെ വീട് എവിടെയെന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അറിയുന്നവർക്കല്ല, അറിയാത്തവർക്കാണ്. എൻ്റെ പേര് മുഹമ്മദ് സിനാൻ എന്നാണ്. പ്ലേസ് പാലക്കാട് ഒറ്റപ്പാലം റൂട്ടിൽ പത്തിരിപ്പാല പറഞ്ഞ സ്ഥലത്താണ്. പത്തിരിപ്പാലം നിന്ന് വരണം, ഒരു 3-4 കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചോദിക്കുന്നുണ്ട്. വീട്ടിൽ ഉമ്മ, വാപ്പ, ഇക്ക, ഇത്രയും പേരാണ്. പിന്നെ ഞങ്ങൾ 4 ആളാണ് ഈ വീട്ടിലുള്ളത്. അറിയാത്തവർക്കാണ്, അറിയുന്നവർക്കല്ല. വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് ഞാൻ പറയുന്നുണ്ട്, അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ അറിയുന്നവർ നീ എത്ര വട്ടം തന്നെ പറയണമെന്ന് ചോദിക്കണ്ട, അവർക്ക് വേണ്ടി പറയണ്. പിന്നെ എന്താ പറയുള്ളൂ വെച്ചാൽ, ഈ തംബ്ലൈനൊക്കെ ഇട്ട് വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോ എവിടെ എത്തുന്നില്ല. തംബ്ലൈനൊക്കെ കൊടുത്ത് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്, പക്ഷെ ആ വീഡിയോ ഒന്നും എവിടെയും റീച്ച് ആവുന്നില്ല. അങ്ങനെ നിൽക്കുക, ഫ്ലോപ്പായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇനി തംബ്ലൈനും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഇത് നമ്മൾ കഷ്ടപ്പെട്ട് തംബ്ലൈനും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വീഡിയോ പോസ്റ്റ് ചെയ്യും. ഒരു ടൈമൊക്കെ കൊടുത്ത് വീഡിയോ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ വീഡിയോ എവിടെ എത്തണില്ല, എങ്ങെങ്ങും പോകണില്ല പറഞ്ഞ അവസ്ഥയിൽ അങ്ങനെ ഒരു എന്താ പറയുക, അവിടെ നിൽക്കണ്, ഫ്ലോപ്പായിട്ട് അവിടെ നിൽക്കണ വീഡിയോസ്. അപ്പോൾ അതുകൊണ്ട് ഇനി തംബ്ലൈനും കാര്യങ്ങളൊന്നുമില്ല. തംബ്ലൈൻ കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു മൈൻഡ് വരുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ചാനലിൽ. അത് എൻ്റെ ചാനലിലെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. ആരും അങ്ങനെ നമ്മൾ തംബ്ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് എല്ലാം എഡിറ്റ് ചെയ്ത് ഇരുന്ന് എല്ലാം സെറ്റാക്കി കൊടുക്കുമ്പോൾ ആ വീഡിയോ ഫ്ലോപ്പായി. ഒരു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അപ്പോൾ 2 ദിവസം മുന്നിട്ട വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ പോയി കാണണം. ആ വീഡിയോ ഒന്നും എവിടെയും എത്തിയിട്ടില്ല, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. പിന്നെ എന്താ പറയുക വെച്ചാൽ, ഞാൻ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ലോങ് വീഡിയോ ഇടാനൊന്നും ടൈം കിട്ടുന്നില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 6 മണി 7 മണിക്കൊക്കെയാണ് വീട്ടിലെത്തുന്നത്. ആ സമയത്ത് പിന്നെ വീഡിയോ എടുക്കാനൊന്നും വലിയ ലേറ്റും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് പിന്നെ ആ സമയത്ത് വീഡിയോസ് ഒന്നും എടുക്കാത്തത്. അപ്പോൾ ഇന്നിപ്പോൾ നേരത്തെ വർക്ക് കഴിഞ്ഞു. വർക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇന്ന് മെയിൻ്റനൻസ് കാര്യങ്ങളായിരുന്നു. പിന്നെ പുതിയൊരു വർക്ക് തുടങ്ങേണ്ട മെറ്റീരിയൽ കാര്യങ്ങൾ എഴുതി കൊടുക്കേണ്ട ആ വർക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ പോയി ചെയ്ത് കൊടുത്തിട്ട് വന്നു. വീട്ടിലെത്തി, ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കണം. അമ്മൻ്റെ അവിടെ അടുക്കളയിൽ എന്തൊക്കെയോ പരിപാടിയിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. റീൽസും കാര്യങ്ങളൊക്കെ ഇട്ട് ചിലർക്കൊന്നും അവിടെ പറ്റുന്നില്ല. ചിലർക്ക് ഓൺ വോയിസിൽ പാട്ട് പാടാൻ പറഞ്ഞാൽ ചിലർ നല്ല നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ മെയിൻ്റ് ആക്കുന്നില്ല. കുറേ പേര് നെഗറ്റീവ് കമൻറ്റ് നീ മെയിൻ്റ് ആക്കേണ്ട സിനാനെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് കമൻറ്റ് ഒന്നും ഞാൻ മെയിൻ്റ് ആക്കുന്നില്ല. പിന്നെ കുറേ പേർക്ക് റീപ്ലൈ കിട്ടുന്നില്ല, കമൻറ്റിൽ റീപ്ലൈ തരുന്നില്ല എന്നുള്ള പരാതി നല്ല വരുന്നുണ്ട്. ശ്രദ്ധിക്കാൻ പറ്റാത്തതാണ് ഉണ്ടാകും. അല്ലാണ്ട് നിങ്ങൾക്ക് റീപ്ലൈ തരാണ്ട് ചെയ്തിട്ട് എനിക്കെന്ത് കിട്ടാനോ, ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ റീപ്ലൈയും കാര്യങ്ങൾ തരാത്തത്. ഇൻഷാ അല്ലാഹ് റീപ്ലൈയും കാര്യങ്ങളൊക്കെ തരും. ഞാനൊരു Q&A വെക്കണം എന്നൊക്കെ ഉണ്ട്, വിചാരമൊക്കെ ഉണ്ട്. നോക്കട്ടെ, ഇൻഷാ അല്ലാഹ് പറ്റിയ ഒരു Q&A കാര്യങ്ങളൊക്കെ ഞാൻ വെക്കും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ചോദിച്ചോളി. എല്ലാം ഫുള്ളായിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ മൊത്തം ചോദിക്കുക. അതിനുള്ള എല്ലാത്തിനുമായിട്ട് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാം. Q&A വെച്ചിട്ട് ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യാം. Q&A എന്തായാലും ഇപ്പോൾ ഒരു ഞായറാഴ്ച ആയിട്ട് വെക്കാന്നുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചോളി. അതിനുള്ള മറുപടി ഞാൻ തരാം. വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ട് അതിനുള്ള എല്ലാത്തിനുള്ള ഒരു മറുപടി ആയിട്ട് ഞാൻ തരണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതുവരെ എനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നത്. നിങ്ങളെല്ലാവരും ഇതുവരെ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയും. നല്ല സപ്പോർട്ട് തന്നെ നിങ്ങൾ. അപ്പോൾ ഇനി മുന്നോട്ട് സപ്പോർട്ട് വേണം. ഉമ്മ അവിടെ അടുക്കളയിൽ എന്തോ നല്ല പണിയിലുണ്ട്. ഉമ്മ എന്താ ആട്ടനെ? ഉപ്പേരി വയ്ക്കേ? ചുമ്മാ ഉപ്പേരി വയ്ക്കുക അത്ര. അപ്പോൾ എന്തായാലും അതാണ് ഫാമിലി വ്ളോഗ് എടുക്കാൻ പറ്റാത്ത അതാട്ടോ പ്രശ്നം. ഫാമിലി വ്ളോഗ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. കുറേ പേര് നീ എന്താണ് ഈ റീൽസ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ അങ്ങനെയുള്ള കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. റീൽസ് മാത്രമല്ല, ഞാൻ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ഡെയിലി വ്ളോഗ് ഇട്ടുണ്ടായിരുന്നില്ലേ. വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ഡെയിലി ഞാൻ വീട്ടിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വ്ളോഗ് ഇട്ടാണ്. പക്ഷേ വർക്ക് കണ്ട് തുടങ്ങിയതിന് ശേഷം എനിക്ക് വ്ളോഗ് ഇടാൻ ഒന്നിനൊരു ടൈം കിട്ടിയില്ല. വീഡിയോ എടുക്കാൻ തന്നെ ടൈം ഇല്ല. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ടൈമിലാണ്, ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുക്കുന്ന ടൈമിലാണ് ഞാൻ ആ റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ടൈമിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ വർക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നാളെയും മറ്റന്നൊക്കെ ലീവ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഫാമിലി വ്ളോഗ് ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഞാൻ വ്ളോഗ് എടുക്കും, അത് ഉറപ്പാണ്. വീട്ടിലില്ലാത്ത സമയത്താണ് പിന്നെ വ്ളോഗ് എടുക്കുക. പിന്നെ ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചത് നിങ്ങൾക്ക് ചടയ്ക്കും അത്. ഇപ്പോൾ രാവിലെ പോയി വൈകുന്നേരം വരെ ചിലപ്പോൾ വർക്കിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുമ്പോൾ അത് ഈ വർക്ക് കണ്ടിട്ട് ഒന്നും ഒരു മൈൻഡ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ വീഡിയോ ഒക്കെ ഫ്ലോപ്പ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വർക്കിൻ്റെ ഇടയിൽ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാണ്ടിരുന്നത്. അപ്പോൾ
കുറച്ചൊക്കെ ഞാൻ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചെറിയ ചെറിയ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ലോങ് വീഡിയോ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. വർക്കിൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല അധികം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചടയ്ക്കും പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു ലെവലിൽ വീഡിയോസ് എടുക്കാത്തത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ അവിടെ എന്താ കാട്ടണം നോക്കട്ടെ ഗൈസ്. നല്ല മഴയൊക്കെ പെയ്ത് പോയിട്ടോ. അതിൽ തന്നെ നല്ലൊരു രാവിലല്ല ഈ സമയത്ത് നല്ലൊരു മഴയൊക്കെ പോയി ഗൈസ്. പൂടക്കിഴങ്ങ് കണ്ടോ, ഉമ്മാടെ കൃഷിയാണ് ഇതൊക്കെ, ഉമ്മാൻ്റെ പരിപാടിയാണ്. ഈ സാധനം കണ്ടോ, ഈ ഒരു പൂച്ച, ഇത് ഇടേ സമയത്തില്ലേ നല്ല കുരുത്തക്കടാണ് ഗൈസ്, നല്ല കുരുത്തക്കട. ഇതെന്താ സംഭവം, ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇതെന്താ സംഭവം ഇവിടെ ഉണക്കാൻ വെച്ചിക്കണ്? കൊടംപുളിയോ ഗൈസ്? കൊടംപുളി അത്ര മീൻകറിയിലിടാനുള്ള അതൊന്നും കാര്യമില്ല. ഡ്രസ്സ് പിന്നെ മഴയായത് കൊണ്ട് പിന്നെ എവിടെ തിരുമ്പിടുക നിങ്ങൾ? ഗൈസ് കൊടംപുളിയാണ് ഈ സാധനം. ഗൈസ് എൻ്റെ അവിടെ ചൂടാവുന്നുണ്ട് മമ്മി. എന്താണ് പ്രശ്നം? പിന്നെ ഡ്രസ്സ് എവിടെ തിരുമ്പിടുക? ഡ്രസ്സ് തിരുമ്പിടുക വേറെ സ്ഥലമില്ലല്ലോ. അപ്പോൾ ഉള്ള അവിടെ തിരുമ്പിടുക. ഉള്ള അവിടെ തിരുമ്പിടുക, അത്രേ നമുക്ക് പറ്റുള്ളൂ. അല്ലാണ്ട് ഇല്ലാത്തവിടെ തിരുമ്പിടാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ ഞങ്ങളുടെ അവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞാ? അവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടേക്ക് ഡ്യൂട്ടിക്ക് വന്നു. ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം എന്താ ഉപ്പേരി എന്താ വയ്ക്കുക? രാത്രിക്കുള്ള ഉപ്പേരി വയ്ക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് ഇവിടെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ എടുത്ത് വലിച്ചറിയണം. ഇതൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളല്ലമ്മ. ഈ സാധനങ്ങളൊക്കെ ആവശ്യമില്ലാത്തതാണ്. ഫാന്, ഇതിനുള്ളിൽ ഫാനൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ പെട്ടിയൊക്കെ കുറേ ഇതൊക്കെ കെട്ടി നോക്കുക. ഇതൊക്കെ പിന്നെ ഞാൻ എണ്ണ കഴിയുമ്പോൾ ഓരോ ക്യാനിൽ എണ്ണ വാങ്ങിക്കൊടുത്ത് നിൽക്കുന്നതാണ്. ഇതൊക്കെ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുമ്മ. ഇതൊക്കെ എന്തിനാണ് ഇത്രയും സാധനങ്ങൾ ഇതിന് മുകളിൽ? ഉരല് മറ്റേ ഈ സാധനം കണ്ടുണ്ടോ? മറ്റേ പണ്ടത്തെ വല്യമ്മമാരൊക്കെ അടയ്ക്ക കുത്തണ അടയ്ക്കൊക്കെ പൊടിക്കില്ലേ, ആ സംഭവം. ഉരലോ എന്താ അതിന് പേര്? എന്താ സാധനത്തിന്റെ പേര്? ഉരലോ അങ്ങനെ എന്തോ ഒരു സാധനം അല്ല അത്? ഉരല്. പിന്നെ ഈ റൂമിലുണ്ട് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. ആവശ്യമില്ലാത്ത ഇഷ്ടം പോലെ സാധനം. ഇതിന്റെ അടിയിലൊക്കെ കുറേ ആവശ്യമില്ലാത്ത സാധനം. അതൊക്കെ എടുത്ത് കളയാൻ പറയുമ്പോൾ കേൾക്കണില്ല. നമ്മളെന്തെങ്കിലും എടുത്ത് പുറത്തിട്ടാൽ വാപ്പ എടുത്ത് വിളിച്ചു വരും. അതാണ് മെയിനായിട്ട് പ്രശ്നം. ഇതിനിടെയൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ട്, ഇതിൻ്റെ ഇടയിൽ കുറേ സാധനങ്ങൾ അതൊക്കെ ഞാൻ വൃത്തിയാക്കി എടുത്തു വെച്ചു. കുറേയൊക്കെ ഞാൻ വൃത്തിയാക്കും. പിന്നെയും കുറേ സാധനങ്ങൾ കൊടുത്തിടും ആവശ്യമില്ലാണ്ട്. വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. നമ്മളെന്തെങ്കിലും പുറത്ത് കൊടുന്നിട്ടാ അപ്പം അത് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ട് അത് തിരിച്ച് ഉള്ളിൽ തന്നെ കൊടുന്ന് വയ്ക്കും. നമ്മൾ പുറത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. കുറച്ച് കഴിഞ്ഞിട്ട് റോട്ടിക്ക് ഇറങ്ങണം. പിന്നെ കുറേ പേര് മുത്തുവിനൊക്കെ ചോദിക്കുന്നുണ്ട്. ആൾക്ക് ഓട്ടമാണ്. ഞാൻ ആളെ മിനിഞ്ഞാന്ന് കണ്ടതാ. 2-3 ദിവസമായിട്ട് ഞാനും കണ്ടിട്ടില്ല. മിനിഞ്ഞാന്ന് രാത്രി നാളെ രാവിലെ ഓട്ടം ഉണ്ട് കൊണ്ട് അങ്ങനെ കണ്ടതാ. പിന്നെ ആളെ ഞാനും കണ്ടിട്ടില്ല. ഇപ്പോൾ ഇന്നലെ മെസ്സേജ് അയച്ചപ്പോൾ വയനാടോ സുൽത്താൻ ബത്തേരി അവിടെ എവിടെയാണ് ഓട്ടം പോയിക്കാണ്. അതുകൊണ്ടാണ് ആൾ വീഡിയോ ഇടാത്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടോയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വീഡിയോസും കാര്യങ്ങളൊക്കെ വരും ആളുടെ ചാനലിലും. പിന്നെ അതേപോലെ എൻ്റെ ചാനലിലും ഉണ്ടാവും. ആളുടെ വീഡിയോ ഇടാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. റോട്ടിക്ക് ഇറങ്ങുമ്പോൾ ബാക്കി വിശേഷങ്ങളാണ്. അവിടുത്തെ നെല്ലിക്കാടത്തെ വിശേഷങ്ങളാണ്. ഞങ്ങൾക്ക് നെല്ലിക്കാട് എന്നുള്ള പേര് മാത്രമേ കണ്ടുള്ളൂ. ഞാൻ നെല്ലിക്കാട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. എല്ലാവരും നെല്ലിക്കാട് എന്നുള്ള പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ നെല്ലിക്കാട് എവിടെയാണെന്ന് കറക്റ്റ് സ്പോട്ട് നിങ്ങൾക്ക് അറിയില്ല. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ നെല്ലിക്കാട് എത്തിയിട്ടാണ് ഗൈസ്.